നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടം പോളിംഗ് പൂർത്തിയായിരിക്കുന്നു. 74% കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താനെത്തി. സംഭവബഹുലമായൊരു വാർത്താദിനം. വാർത്താ സായാഹ്നത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കുന്നു. വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെത്തി വോട്ട് ചെയ്തു. 14 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതു ഇടത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് മുൻപ് രാഹുലിനെ തേടി സംസ്ഥാനവും കർണാടകയും തമിഴ്നാടും അരിച്ചുപെറുക്കിയ പോലീസിനെ നോക്കുകുത്തിയാക്കിയാണ് രാഹുൽ പാലക്കാട്ടെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെത്തി വോട്ട് ചെയ്യുമെന്ന് രാവിലെ മുതൽ തന്നെ അഭ്യൂഹം ശക്തമായിരുന്നു. വൈകുന്നേരം 5 മണിയോടെ കുന്നത്തൂർമേട് സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ലൈംഗിക പീഡന പരാതികളിൽ കോടതി തീരുമാനമെടുക്കുമെന്ന് പ്രതികരണം. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കും, സത്യം ചെയ്യും. രാഹുൽ എത്തിയതോടെ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. പിന്നാലെ മലബാർ ആശുപത്രിയിലെ ക്യാന്റീനിലെത്തി ചായ കുടിച്ചു. ചോദ്യങ്ങളോട് ചുരുങ്ങിയ വാക്കിൽ മറുപടി. ഇന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ, സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ശേഷം MLA ഓഫീസിലേക്ക്. നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. ഒടുവിൽ MLA ഓഫീസിന്റെ കതകടച്ച് അകത്തിരിപ്പായി. ന്യൂസ് ഡെസ്ക് 24. ലാൽകൃഷ്ണൻ വിശദാംശങ്ങളുമായുണ്ട് തത്സമയം. ലാൽകൃഷ്ണൻ, ഇതിലിപ്പോൾ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ എത്തുമെന്ന്. അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. 15-ാം ദിവസം പൊങ്ങി എന്നതാണ്. ഇനിയിപ്പോൾ അവിടെ തന്നെ തുടരും, വോട്ടർമാർക്കിടയിൽ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. കൂടുതൽ പ്രതികരിക്കുന്നില്ല, കോടതി സത്യം തെളിയിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. ഏതായാലും ഇപ്പോഴും MLA ഓഫീസിൽ ഉണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ വീണ്ടും പ്രതിസന്ധിയിലാകുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടല്ലോ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ കൂടെയുണ്ട്, സ്വീകരണം നൽകുകയാണ്. അപ്പോൾ ഇതിന് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. അതായത് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ഉദ്വേഗജനകമായ സംഭവം എന്ന് പറയുന്നത് 4:45 കുന്നത്തൂർമേട് ബൂത്തിലേക്ക്, 2-ാം നമ്പർ ബൂത്തിലേക്ക് രാഹുൽ എത്തുന്നു എന്നുള്ളതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഉച്ചയോടുകൂടി അത് സ്ഥിരീകരിക്കപ്പെട്ടു. കാരണം 12 മണിയോടുകൂടി രാഹുൽ പാലക്കാട് നഗരത്തിലേക്ക് എത്തി എന്നുള്ളതായിരുന്നു നമുക്കിടയിലെല്ലാം കിട്ടിയ പ്രധാനപ്പെട്ട വാർത്ത. ആ സമയത്തോടുകൂടി തന്നെ പോലീസിന്റെ ഒരു പ്രത്യേക നിരീക്ഷണം ഈ കുന്നത്തൂർമേട് ബൂത്തിലേക്ക് ഉണ്ടായിരുന്നു. നമ്മളത് കാണുന്നുമുണ്ടായിരുന്നു. പക്ഷേ നിയമ നടപടികൾ ഉണ്ടായിരുന്നു. അത് പൂർത്തിയാക്കിയ ശേഷമാണോ രാഹുൽ വരിക, അത് നേരിട്ട് വരികയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മുമ്പ് ചോദ്യമായി തന്നെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും വോട്ട് ചെയ്ത ശേഷം സംഭവബഹുലമായ ഒരു പ്രതിഷേധം, അതിനുശേഷം പോലീസ് തന്നെ ഇടപെട്ടുകൊണ്ട് രാഹുലിനെ അവിടെ നിന്ന് മോചിപ്പിക്കുന്നു. ആ പ്രതിഷേധങ്ങൾക്കിടയിൽ നിന്നും മാധ്യമങ്ങൾക്കിടയിൽ നിന്നും കാത്തുപരിപാലിച്ചുകൊണ്ട് രാഹുലിനെ സുരക്ഷിതമായ ഒരിടത്തേക്ക് എത്തിക്കുന്നു. അവിടെ ചായ കുടിക്കുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകരോട് 2 വാക്കിൽ മറുപടി നൽകുന്നു. തനിക്ക് പറയാനുള്ളതും പ്രതിഭാഗത്തിന് പറയാനുള്ളതും കോടതിയുടെ കയ്യിലുണ്ട്, സത്യം ജയിക്കും എന്ന വാക്കുകൾ മാത്രം പറഞ്ഞ് രാഹുൽ അവിടെ നിന്ന് മാറുകയാണ് ഉണ്ടായത്. നേരെ ഓഫീസിലേക്കാണ് വന്നത്. ആ നിമിഷം മുതൽ രാഹുൽ ഓഫീസിലുണ്ട്. ഓഫീസിൽ രാഹുലിനെ കാണാൻ വരുന്ന ആളുകളോട് രാഹുൽ സംസാരിക്കുന്നുണ്ട്, അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ രാഹുൽ മറ്റൊരു മാധ്യമ സ്ഥാപനമായ ജയ്ഹിന്ദ്, അവരുടെ തന്നെ സ്ഥാപനമായ ജയ്ഹിന്ദിനോട് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തൻ്റെ ഭാഗത്ത് നീതിയുണ്ട്, ന്യായമുണ്ട്, അത് കോടതിയിൽ തെളിയും, അന്ന് തനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, ബാക്കി കോടതിയിലെ നടപടികൾ പൂർത്തിയാകട്ടെ എന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സംസ്ഥാനത്തുള്ള കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവായ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ തള്ളിപ്പറഞ്ഞിരുന്നു പൂർണ്ണമായും രാഹുലിനെ. രണ്ടാമത് വന്ന പരാതിയിൽ ഇന്ന് KPCC പ്രസിഡന്റ് എടുത്ത നിലപാട് പോലും പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് അതൊരു ജെനുവിൻ പരാതിയാണ്, അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചത്. DCC പ്രസിഡന്റ് A തങ്കപ്പനും സമാനമായ നിലപാട് സ്വീകരിച്ചു. ആരും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്, അയാളുടെ കാര്യം തനിക്ക് അറിയില്ല, തങ്ങളുടെ ഹെഡേക്ക് അല്ല, തങ്ങളത് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് DCC പ്രസിഡന്റ് സ്വീകരിച്ചത്. നേരത്തെ രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന സന്തത സഹചാരിയായിരുന്ന ഷാഫി പറമ്പിൽ രാഹുൽ എത്തുന്നതിന് ഏകദേശം അരമണിക്കൂർ മുമ്പ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് തന്നോട് കൂടെ ഈ വിഷയം ചോദിക്കേണ്ടതില്ല, പാർട്ടി പറഞ്ഞ നിലപാടാണ് ഇതിൽ പറയാനുള്ളത്, ഇതിനപ്പുറത്തോട്ടൊന്നും പറയാനില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവരെല്ലാം എടുത്ത നിലപാടിനോട്, അല്ലെങ്കിൽ ഇവരെല്ലാം പറഞ്ഞ കാര്യത്തോട് ഘടകവിരുദ്ധമായ കാര്യങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ കണ്ടത്. പാർട്ടി പ്രവർത്തകരോടൊപ്പം
ജില്ലാ ഭാരവാഹികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകരുടെ ഒപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. അവരുടെ സംരക്ഷണയിലാണ്, അവരുടെ ഒപ്പമാണ് അവിടെ നിന്ന് തിരിച്ചു മടങ്ങിയത്. ഈ MLA ഓഫീസിനകത്ത് എത്തിയ സമയം രാഹുലിന് പൂർണ്ണമായ സംരക്ഷണം നൽകുകയും രാഹുലിന് വേണ്ടി സംസാരിക്കുകയും ചെയ്തത് ഈ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതാക്കൾ തന്നെയാണ്. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അത് പാലക്കാടിന്റെ MLA ആണ്. എന്തിനാണ് പാലക്കാടിന്റെ MLAയോട് മിണ്ടാതിരിക്കുന്നത്, എന്തിനാണ് പാലക്കാടിന്റെ MLAയോട് ഒപ്പം നിൽക്കാതിരിക്കുന്നത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. പക്ഷേ പാർട്ടി പുറത്താക്കിയതല്ലേ രാഹുലിനെ, എന്നിട്ട് എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ അവർക്ക് സാധിക്കുന്നില്ല. പക്ഷെ അവർക്കത് ഒരു വൈകാരികമായ നിമിഷം പോലെ അല്ലെങ്കിൽ വൈകാരികമായ കാര്യം പോലെയാണ് അവരതിനെ കൈകാര്യം ചെയ്യുന്നത്, അവരതിനെ എടുക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോഴും പ്രവർത്തകരുടെയും പാർട്ടി അണികളുടെയും എല്ലാം സംരക്ഷണയോടും അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടും കൂടി തന്നെയാണ് രാഹുലിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പോലീസ് സംരക്ഷണം മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും നിയമത്തിന്റെ മുൻപിൽ തൽക്കാലമുള്ള ഒരു ഉപാധിയോടുകൂടിയാണെങ്കിലും ഉള്ള മുൻകൂർ ജാമ്യം രാഹുലിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. മാത്രമല്ല സർക്കാർ ഇന്ന് പുതിയൊരു അപ്പീൽ നൽകുന്നുണ്ട്, അതുമായി നൽകിയിട്ടുണ്ട്. അതായത് രാഹുലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപ്പീൽ നൽകിയിട്ടുണ്ട്. ആ അപ്പീലിൽ അടുത്ത ദിവസം വരാൻ പോകുന്ന കോടതിയുടെ തീരുമാനം എന്താകും എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. പക്ഷേ 15 ദിവസത്തെ ഒളി സങ്കേതത്തിലെ വാസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നഗരത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്കുള്ള സാഹചര്യവും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിലുണ്ട്. അദ്ദേഹം പറയുന്നത് വോട്ടർമാർക്കിടയിൽ താൻ ഉണ്ടാകും എന്നതാണ്. ഇനി കോടതിയിൽ കാണാം, സത്യം തെളിയും എന്നൊക്കെയുള്ള ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണം. വിധി എഴുതി വടക്കൻ കേരളം. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കർ ഉദ്ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 74.85% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 7 വടക്കൻ ജില്ലകളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലെത്തിയത്. മികച്ച വിജയം നേടാനാകുമെന്നാണ് മുന്നണികളുടെ ആത്മവിശ്വാസം. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. നമ്മുടെ പ്രതിനിധികൾ ദീപക് ധർമ്മടം, അരുൺ പാറയ്ക്കൽ, സൂരജ് സജി, ഗോകുൽ കെ വേണുഗോപാൽ, മുഹമ്മദ് റഹീസ്, സുർജിത് അയ്യപ്പത്ത്, ആയിഷത്തുൽ ഷംന എന്നിവർ തത്സമയം ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ഉണ്ടാകും. ആദ്യം കോഴിക്കോട്ടേക്കാണ്. ദീപക് ധർമ്മടമുണ്ട് തത്സമയം. ദീപക്, അങ്ങനെ പോളിംഗ് സമയം അവസാനിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 76% കടന്ന് മികച്ച പോളിംഗ് എന്നുള്ളതാണ് കണക്കുകൾ വരുന്നത്. ഔദ്യോഗിക കണക്കുകൾ ഇനി വരാൻ കുറച്ചുകൂടി സമയമെടുക്കും. പക്ഷേ ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് ആവേശത്തോടെയാണ് ജനങ്ങൾ ഈ പോളിംഗിനോട് പ്രതികരിച്ചത് എന്നതാണ്. ഇപ്പോൾ ഒടുവിൽ നൽകാനുള്ള വിവരങ്ങൾ പലയിടത്തും ഈ ഇപ്പോഴും ക്യൂ ഉണ്ട് എന്നൊക്കെ തരത്തിൽ വാർത്തകളുണ്ടോ? അനുജ രാജേഷ്, ജനാധിപത്യത്തിൻ്റെ ആ മഹോത്സവം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ജനം ആ കടമ നിറവേറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ വോട്ടെടുപ്പ് അതിൻ്റെ പരിസമാപ്തിയിലെത്തി, അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കാക്കൂർ പഞ്ചായത്തിലെ ഒരു ബൂത്തിലാണ്. ബൂത്തിൽ ഇതാ ഇപ്പോൾ നമുക്ക് കാണാം, ഈ ബാലറ്റ് മെഷീനുകൾ സീൽ ചെയ്യുന്ന നടപടിക്രമത്തിലേക്കാണ് നടക്കുന്നത്. ഇത് പോളിംഗ് ഓഫീസർമാർ അതിൻ്റെ നടപടിക്രമത്തിലേക്ക് കടക്കുകയാണ്. അതായത് ബാലറ്റ് പെട്ടിയിലേക്ക് മാറ്റുകയാണ്. ഇതിലാണ് ഈ ജനാധിപത്യം, ഓരോ ആൾക്കാരും രേഖപ്പെടുത്തിയ വോട്ടുകൾ ഇതിലാണ് സംഭരിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വിധി അറിയാൻ നമുക്ക് മറ്റന്നാൾ വരെ കാത്തിരിക്കണം. ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തിയതിൻ്റെ സന്തോഷത്തിലാണ്. എത്രമാത്രം ഒരു സന്തോഷം ഇത് പൂർണ്ണതയിലെത്തിയപ്പോൾ? വളരെയധികം സന്തോഷം. വളരെ സമാധാനപരമായിട്ടാണ് വോട്ടെടുപ്പ് പൂർത്തീകരിക്കാൻ സാധിച്ചത്. യാതൊരു ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ഇവിടുത്തെ പോളിംഗ് ഏജൻസ് ആണെങ്കിലും ഞങ്ങളോട് വളരെ നന്നായിട്ട് സഹകരിച്ചു. വോട്ടർമാരാണെങ്കിലും വളരെ നന്ദിയായിട്ട്. സാധാരണ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ആ പ്രദേശത്തെ ബൂത്ത് ഏജന്റുമാരും രാഷ്ട്രീയക്കാരുമാണ്. എങ്ങനെയായിരുന്നു അവരുടെ ഒരു സഹകരണം? അവരുടെ സഹകരണം ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരുന്നു. എങ്ങനെയായിരുന്നു ഏജന്റുമാരൊക്കെ നിങ്ങൾ വളരെ ഒരേ മനസ്സോടെ നിന്നോ? ഈ ബൂത്തിൽ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെരുമാറിയത്. ഇവിടെ ഒരു രാഷ്ട്രീയ വിഭിന്നതയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബൂത്തിനകത്ത് ഉണ്ടായിരുന്നില്ല. വളരെ സൗഹൃദത്തിലായിരുന്നു. രാവിലെ 6 മണി കൃത്യത്തിന് വോട്ടിംഗ് ആരംഭിച്ചു. ഏത് പാർട്ടിയുടെ പ്രതിനിധിയാണ്? ഞാൻ UDFന്റെ പ്രതിനിധിയാണ്. LDFന്റെ പ്രതിനിധിയുണ്ട് അവിടെ. എങ്ങനെയായിരുന്നു? വളരെ നല്ല രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പാണിത്. കുഴപ്പമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വളരെ നല്ല രൂപത്തിൽ. BJPയുടെ പ്രതിനിധിയാണ്. എങ്ങനെയായിരുന്നു? നല്ല പോളിംഗ് ശതമാനമുണ്ട്. 76% പോളിംഗ്. ഞങ്ങളെല്ലാവരും ഒത്തൊരുമയോടെ തന്നെയാണ് ഈ നേരിട്ടത് നടത്തി. താങ്ക് യു അനുജ. ഇതൊരു മാതൃകയാണ്. ജനാധിപത്യം അതിൻ്റെ അർത്ഥത്തിൽ നടപ്പിലാക്കുമ്പോൾ
അത് വളരെ സൗഹൃദത്തോടുകൂടി ഒരു ബൂത്ത് ഏജന്റുമാർ ഇരിക്കുന്നു, വളരെ സൗഹൃദത്തോടെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു, അതിന്റെ സീലിംഗ് നടപടിയിലേക്ക് കടക്കുന്നു. ശരി, അന്തിമഘട്ട നടപടികളിലേക്കൊക്കെ എത്തുകയാണ് എന്നതാണ്. കോഴിക്കോട് ജില്ലയിൽ മികച്ച പോളിംഗ് ആണ്. നമ്മൾ കാസർഗോട്ടേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഒരു വാർത്ത വരുന്നത്, പിലിക്കോട് UDF ബൂത്ത് ഏജന്റുമാർക്ക് ക്രൂരമർദ്ദനമേറ്റു, CPIM പ്രവർത്തകർ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി. അരുൺ, ഇത് 13ാം വാർഡിലെ ബൂത്ത് ഏജന്റുമാർക്ക്, UDFന്റെ ബൂത്ത് ഏജന്റുമാർക്ക് മർദ്ദനമേറ്റു എന്നുള്ളതാണ്. കള്ളവോട്ട് ചോദ്യം ചെയ്തു, അതോടെ CPIM പ്രവർത്തകർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നതാണ്. എന്താണ് ആരോപണം? ഇതിനുള്ളിൽ പരാതിപ്പെട്ടോ? അനുജ, വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. കാസർഗോഡ് പിലിക്കോട് പഞ്ചായത്താണ്. പിലിക്കോട് പഞ്ചായത്തിലെ 13ാം വാർഡ് കാലിക്കടവ് അംഗൻവാടിയിൽ ബൂത്ത് ഏജന്റുമാരായിരുന്ന UDF പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു എന്നാണ് പരാതി. കള്ളവോട്ട് ചോദ്യം ചെയ്തതിനോട് CPIM പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. 3 പ്രവർത്തകർക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. UDF പഞ്ചായത്ത് ചെയർമാൻ നിഷാം പട്ടേൽ ഉൾപ്പെടെയുള്ളവർ നിലവിൽ തൃക്കരിപ്പൂരെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. ഈ CPIM പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉദുമ അരമങ്ങാനത്താണ്. ഇവിടെ ഈ പോളിംഗ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 6 മണിക്ക് ശേഷവും പോളിംഗ് പുരോഗമിക്കുകയാണ്. വനിതകളും അതുപോലെ തന്നെ പുരുഷന്മാരും ഉൾപ്പെടെ വലിയൊരു നീണ്ട ക്യൂ ആണ് നിലവിലുള്ളത്. നിലവിൽ ടോക്കൺ നൽകിയിട്ട് 177 പേർക്കാണ് ടോക്കൺ നൽകിയിരിക്കുന്നത്. 177 പേർ ഇനി വോട്ട് ചെയ്യാനുണ്ടെന്നാണ് കണക്ക്. നിലവിൽ 2 തവണ ഇന്നിപ്പോൾ ഇവിടെ പോളിംഗ് തടസ്സപ്പെട്ടു. വോട്ടിംഗ് മെഷീൻ തകരാറിലാവുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത് പരിഹരിച്ച് ഇപ്പോഴും ഈ ക്യൂ ഇങ്ങനെ തുടരുകയാണ്. കാസർഗോഡ് ജില്ലയിൽ 15 ഇടത്താണ് ഇന്നിപ്പോൾ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറുണ്ടായത്. 15 പരിഹരിച്ചിട്ടുണ്ട്. നിലവിൽ വലിയ തിരക്കൊന്നും കാസർഗോഡ് ജില്ലയിൽ മറ്റിടങ്ങളിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 70% നിലവിൽ പോളിംഗ് നില പിന്നിട്ടിട്ടുണ്ട്. നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഉദുമ അരമങ്ങാനത്ത് വലിയ നീണ്ട ക്യൂ ഉണ്ട്, വലിയ നിരയുണ്ട്. അത് ഒരു 8 മണിയോടുകൂടി പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് നിലവിലുള്ളത്. അനുജ, അതാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇപ്പോൾ നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. അവിടെ പെങ്ങാമുത്തിൽ ഒരു ബൂത്തിൽ സംഘർഷമുണ്ടായി എന്ന വിവരമുണ്ട്. സൂരജ് സജി വിശദാംശങ്ങളുമായി. സൂരജ്, തൃശ്ശൂർ ജില്ലയിലാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കുറവ്. ഇന്ന് പോളിംഗ് നടന്ന എല്ലാ ജില്ലകളിലും ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലാണ്. ഏറ്റവും ഒടുവിൽ ഒരു സംഘർഷത്തിന്റെ വാർത്ത വരുന്നുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ. അനുജ, തീർച്ചയായും തൃശ്ശൂർ ജില്ലയിലെ കണക്ക് പരിശോധിക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ തവണ തൃശ്ശൂർ ജില്ലയുടെ മുഴുവൻ കണക്കെടുക്കുകയാണെങ്കിൽ 75.5% കഴിഞ്ഞ തവണ പോൾ ചെയ്ത വോട്ടിംഗ് ശതമാനം. പക്ഷേ ഇക്കുറി വരുമ്പോഴേക്കും അത് ഒടുവിൽ ലഭിക്കുന്ന കണക്ക് പ്രകാരം 71.31% കുറഞ്ഞിരിക്കുന്നു. ഏകദേശം ഒരു 3.5% കുറവ് ഉണ്ടായിരിക്കുന്നു. ഇനി ഒടുവിലത്തെ കണക്ക് എങ്ങനെയൊക്കെ വന്നാലും 72-നടുത്ത് മാത്രമേ എത്തുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ 3% കുറവാണ് അത് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞ തവണ 63.79% ഇത്തവണ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടെ 61.21%. അതായത് 2% കുറവ് കോർപ്പറേഷനിലും വരുന്നു. ഈ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഡിവിഷനുകളിലടക്കം വലിയ രീതിയിൽ, അതായത് ഉച്ചയ്ക്ക് ശേഷം ഈ പോളിംഗ് ചെയ്യാൻ ആരും എത്താത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വോട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലും കണ്ടു. ഗ്രാമീണ മേഖലകളിലാണ് പക്ഷേ മികച്ച പോളിംഗ് ഉണ്ടായിരിക്കുന്നത്. അതാണ് ഈ പോളിംഗ് അല്പമെങ്കിലും ഉയരാൻ സഹായിച്ചതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇരിങ്ങാലക്കുടയിൽ 72% വോട്ട് രേഖപ്പെടുത്തുന്നു. കൊടകരയിലേക്ക് വന്നാൽ 75%, അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി 75%. അങ്ങനെ പലയിടങ്ങളിലും 75-ന് അടുത്തേക്ക് കടന്ന ഗ്രാമീണ മേഖലകളുണ്ട്. അതാണ് കുറച്ചെങ്കിലും തൃശ്ശൂരിലെ പോളിംഗ് ഉയരാൻ സഹായിച്ചത്. അനുജ സൂചിപ്പിച്ചതുപോലെ വന്നു കഴിഞ്ഞാൽ ഈ കുന്നംകുളത്ത് പെങ്ങാമുക്കിലാണ് ഇപ്പോൾ ഒരു ബൂത്തിന് നേരെ, അതായത് ബൂത്ത് ഏജന്റിനൊക്കെ നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഈ ബൂത്തിലുണ്ടായിരുന്ന വോട്ടർ പട്ടികയും മെഷീനും അടക്കം വലിച്ചെറിഞ്ഞ ഈ കോൺഗ്രസ് പ്രവർത്തകൻ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകൻ ഷബീറാണ് ആക്രമണം നടത്തിയത്. ആദ്യഘട്ടത്തിൽ പോലീസ് എത്തി ഇയാളെ പറഞ്ഞയച്ചു. പക്ഷേ വീണ്ടും തിരിച്ചെത്തിയ ഷബീർ വീണ്ടും ഈ ബൂത്തിന് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതോടുകൂടി ഷബീറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി കേസുകളിൽ പ്രതിയായ കോൺഗ്രസ് പ്രവർത്തകനാണ് ഇദ്ദേഹം എന്നുള്ളതാണ് പറയുന്നത്. ഇദ്ദേഹത്തിനൊപ്പം ചില ഗുണ്ടകൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഗുണ്ടാക്രമണം നടത്തി എന്ന ആരോപണമാണ് CPM ഉയർത്തുന്നത്. ഏറെ നേരം ഇതേ തുടർന്ന് ഈ മേഖലയിൽ വലിയ സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു. കൂടുതൽ പോലീസുകാരെ അടക്കം വിന്യസിപ്പിച്ചാണ് ഇപ്പോൾ ഇവിടെ സ്ഥിതി ശാന്തമാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന കേരളവർമ്മ കോളേജിലാണ്. അവിടെ വോട്ടിംഗ് യന്ത്രങ്ങൾ സീൽ ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ തൃശ്ശൂരിൽ വിവിധ ഇടങ്ങളിൽ വോട്ടിംഗ് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അനുജ,
അതാണ് തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയതാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ കുറവുണ്ടായിട്ടുണ്ട്. അതൊക്കെ നൽകുന്ന സൂചന എന്താണ് എന്നുള്ളത് നമുക്ക് ശനിയാഴ്ച അറിയാം. നമ്മൾ ഇനി പോകുന്നത് മലപ്പുറം ജില്ലയിലേക്ക്. ഗോകുൽ കെ വേണുഗോപാൽ പുതിയ വിശദാംശങ്ങളുമായി. ഗോകുൽ, രാവിലെ മുതൽ തന്നെ മലപ്പുറം ജില്ലയിൽ വോട്ടേഴ്സ് വലിയ ആവേശത്തിലാണ്. പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും അവസാന കണക്കുകൾ പരിശോധിക്കുമ്പോൾ വയനാട് ജില്ലയേക്കാൾ ഒരല്പം താഴെ എന്ന നിലയിൽ 76 കടന്നുള്ള പോളിംഗ് ശതമാനമാണ്. വിശദാംശങ്ങൾ. അനുജ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കണക്ക് പ്രകാരം മലപ്പുറം ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പോളിംഗ് 76.85 കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് ഏകദേശം 2% കുറവാണ് ഈ കണക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ 78.92 ഇത് അവസാനവട്ട കണക്കല്ല, ഇനി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണക്ക് വരാനുണ്ട്. പലയിടങ്ങളിലും, അതായത് മഞ്ചേരി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 80%-ലധികം പോളിംഗ് നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ബ്ലോക്ക് പഞ്ചായത്തുകളിലും, അതായത് മഞ്ചേരി ബ്ലോക്ക്, മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലൊക്കെ 80% വോട്ട് കടന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ഒരു രീതിയിലേക്ക് നിലവിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മണ്ണാർക്കുണ്ട് 15ാം വാർഡാണ്. ഇവിടെ 1470 വോട്ടുണ്ട്. അതിൽ 1070 വോട്ടാണ് പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പലയിടങ്ങളിലും ഉച്ചയാകുമ്പോൾ തന്നെ മലപ്പുറത്തെ പല ബൂത്തുകളിലും 50%-ലധികം പോളിംഗ് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വൈകുന്നേരം ആകുമ്പോഴൊക്കെ ചിലയിടത്തെങ്കിലും ഇത്തരത്തിൽ ആളുകളുടെ ക്യൂ കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എങ്കിലും കഴിഞ്ഞ തവണത്തേതിന് സമാനമായ രീതിയിൽ എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ ബൂത്തിലെ നടപടിക്രമങ്ങൾ, അതായത് വോട്ടിംഗ് ഒക്കെ അവസാനിച്ചതിന് ശേഷമുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബൂത്ത് ഏജന്റുമാരുണ്ട്, പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ ഈ അവസാന 1 മണിക്കൂർ സമയത്തേക്കൊന്നും ആരും ക്യൂവിൽ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ അതിനു മുമ്പ് 4-5 സ്കൂളുകൾ, ഈ മുനിസിപ്പാലിറ്റിയുമായി കേന്ദ്രീകരിച്ചുള്ള 4-5 സ്കൂളുകളിൽ പോയ സമയത്തൊക്കെ തന്നെ വൈകുന്നേരം 5 മണിയാകുമ്പോഴൊക്കെ തന്നെ അവിടെയുള്ള ക്യൂ ഒക്കെ പൂർണ്ണമായിരുന്നു. എന്തായാലും ചിലയിടങ്ങളിലൊക്കെ ഇപ്പോഴും ക്യൂ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാവിലെ മലപ്പുറം ജില്ലയുടെ മൊത്തത്തിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുതുവല്ലൂർ, വേങ്ങര, ചിലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പലയിടത്തും ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായിരുന്നു. ചിലയിടത്തെങ്കിലും LDF-ഉം UDF-ഉം തമ്മിലുള്ള സംഘർഷമുണ്ടായി. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം MLA തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാനത്തുമംഗലം ബൂത്തിലെത്തിയ നജീബ് കാന്തപുരം MLA ആണ് ബൂത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് LDF-കാർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ MLA ബൂത്തിലേക്ക് കയറി വോട്ടഭ്യർത്ഥന നടത്തുന്നു എന്നൊരു ആരോപണം LDF-കാർ ഉന്നയിച്ചു. UDF പറയുന്നു അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നില്ല, ബൂത്തിലേക്ക് എത്തിയതാണ് എന്ന് പറയുന്നു. പെരിന്തൽമണ്ണ നഗരസഭയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതോടൊപ്പം തന്നെ കള്ളവോട്ട് ചെയ്തതിന് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തൊരു സംഭവം മലപ്പുറം മൊറയൂർ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് മുദസ്സിർ CK-ക്കെതിരെയാണ് ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്തതിന് കേസെടുത്തിട്ടുള്ളത്. തന്റെ ജ്യേഷ്ഠന്റെ, വിദേശത്തുള്ള ജ്യേഷ്ഠന്റെ വോട്ട് ഇയാൾ ചെയ്തു എന്നാണ് പരാതി. അതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം മറ്റൊരു സംഭവം മലപ്പുറത്തുണ്ടായിട്ടുള്ളത് ഇരട്ട വോട്ടിന് മലപ്പുറം ജില്ലയിൽ മികച്ച പോളിംഗ് എന്നതാണ്. നമ്മൾ ഇനി പോകുന്നത് കണ്ണൂരിലേക്കാണ്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. റഹീസ്, കണ്ണൂർ ജില്ലയിൽ മറ്റ് ഈ പറയുന്ന 76% കടന്ന 3 ജില്ലകളെ അപേക്ഷിച്ച് ഒരല്പം കുറവാണ്. ഭേദപ്പെട്ട പോളിംഗ് എന്നാണ് പറയാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നമ്മൾ എങ്ങനെയാണ് താരതമ്യം ചെയ്യുമ്പോൾ ആ കണക്ക് വരുന്നത്? ഔദ്യോഗിക കണക്കുകൾ കൃത്യമായി എത്രയെന്ന് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും ഇപ്പോഴത്തെ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ ബൂത്തുകളിലൊക്കെ എല്ലാവരും മടങ്ങിപ്പോയോ, അതോ ക്യൂ ഉള്ള ഇടങ്ങളുണ്ടോ? വിശദാംശങ്ങൾ. അനുജ, ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് 75.76% ജില്ലയിൽ ആകെ പോളിംഗായി പുറത്തു വരുന്നത്. കഴിഞ്ഞ വർഷത്തെ താരതമ്യം ചെയ്തു വരുമ്പോൾ കൃത്യം 3% കുറവാണ്. കഴിഞ്ഞ തവണ 78.6 എന്നുള്ള നിലയിലായിരുന്നു പോളിംഗ് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 75.76 എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഒരു സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഇനി ചില കണക്കുകൾ കൂടി വരുമ്പോഴേക്കും അത് ഒരുപക്ഷെ 76 എത്തി നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 2% കുറവ് വരും. മറ്റു ജില്ലകളെ, കഴിഞ്ഞ ഫേസിൽ ഇലക്ഷൻ നടന്ന ജില്ലകളെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അതിനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്തായാലും പോളിംഗ് ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് എന്നത് പറയേണ്ടി വരും. ഉച്ചവരെ കണ്ണൂരിൽ വലിയ പോളിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഈ വോട്ടർമാരൊക്കെയും കൃത്യമായി പോളിംഗ് ബൂത്തിലെത്തി. അതിൻ്റേതായിട്ടുള്ള ക്യൂ പല ബൂത്തുകളിലും ഉണ്ടായിരുന്നു. നിലവിൽ കോർപ്പറേഷനിലെ ബൂത്തുകളിലൊന്നും തന്നെ ക്യൂ ഇല്ല. ഇരിട്ടിയിലും ഒപ്പം തന്നെ മറ്റ് ചില സ്ഥലങ്ങളിലും ഈ വോട്ടിംഗ് യന്ത്രം തകരാറായതുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ നമ്മൾ രാവിലെ നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവിടെ ചില ക്യൂ ഉണ്ട്. അവിടെ ഈ 6 മണിക്ക് ശേഷം ക്യൂവിൽ നിന്നവരെ ടോക്കൺ നൽകി അവർക്ക് ഇപ്പോൾ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും
ഈ കോർപ്പറേഷനെ സംബന്ധിച്ചുള്ളത്. കോർപ്പറേഷനിൽ 68.36 ഏറ്റവും ഒടുവിലെന്ന പോളിംഗ് ശതമാനം. അത് നേരത്തെ 72 ഈ പോളിംഗ് ഉയരാത്തത് പല പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെയും ഇതിനോടകം തന്നെ കണ്ണൂർ ജില്ലയിൽ 75.67% എന്നതാണ്. അത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഒരല്പം കുറവാണെങ്കിൽ പോലും ഭേദപ്പെട്ട പോളിംഗ് എന്നതാണ് വിലയിരുത്തൽ. നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, വയനാട്ടിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്, 76% മുകളിൽ. മറ്റ് 2 ജില്ലകളിൽ കൂടിയുണ്ട്, പക്ഷേ ഉയർന്നു നിൽക്കുന്നത് വയനാടാണ്. വിശദാംശങ്ങൾ. തീർച്ചയായും അനുജ, 77% പോളിംഗ് എത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പുളിയാർമലയാണ്. ഒരു തരത്തിലുള്ള സംഘർഷ വിഷയങ്ങളോ ഒന്നും തന്നെ വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പുളിയാർമലയിൽ എത്തുന്ന ഘട്ടത്തിൽ പോലും ഇവിടെ 86% പോളിംഗ് നടന്ന ഒരു ബൂത്തുണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥികളാണ് ഈ കാണുന്നത്. ഇങ്ങനെ അത് വയനാടിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രതീകം കൂടിയാണ്. കാരണം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അതൊരു അപൂർവ കാഴ്ചയാകും അല്ലേ? ശരിക്കും അതെ, ഇങ്ങനെ വേറെ എവിടെയും ഉണ്ടാവില്ല. നമ്മൾ അന്നും ഒരേമാതിരി തന്നെയാണ്. പണ്ട് പോലെ കാണുന്ന ആൾക്കാരാണ്, നാളെയും കാണേണ്ട ആൾക്കാരാണ്. ഇലക്ഷൻ ഇന്നും കഴിയും, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണേണ്ടതാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ കൂട്ടുകാരാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. ഞങ്ങൾ 1 ക്ലാസ് 2 ക്ലാസ് മുന്നേ പഠിച്ചു. ആ ബന്ധം ചെറുപ്പം തൊട്ടുള്ള ബന്ധം ഇപ്പോഴും ഉണ്ട്. രാഷ്ട്രീയം വേറെ, വ്യക്തിബന്ധം വേറെ, അങ്ങനെ കൊണ്ടിറക്കണം ഞങ്ങൾ. അങ്ങനെ തന്നെയാണ്. തീർച്ചയായും ബന്ധങ്ങൾക്കാണ് വില കൊടുക്കുന്നത്. യാതൊരുവിധ സംഘർഷമില്ലാതെയാണ് ഞങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഉയർന്ന പോളിംഗ് ശതമാനമുണ്ട്. പോളിംഗ് ശതമാനമാണ് അനുജ. ഇവിടെ വയനാടിനെ സംബന്ധിച്ച് വൻ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം പരമാവധി റൂറൽ മേഖലയിലടക്കം വോട്ടർമാർ നല്ല രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളതാണ്. ഇനി അതിന്റെ അവസാന ഘട്ട, അതായത് ഇത് സീൽ ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന അവസാന ഘട്ട ദൗത്യമാണ്. അതിന്റെ ഭാഗമായി ഇവിടെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇങ്ങനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു. ഇനി ജനവിധിയാണ്. ജനവിധി ഒരാൾ മാത്രമേ ജയിക്കൂ എന്നുള്ളത് സ്വാഭാവികം. പക്ഷേ അത് കഴിഞ്ഞാലും സൗഹൃദം നിലനിൽക്കും. അത് വയനാടിന്റെ ഒരു സവിശേഷമായ അന്തരീക്ഷമായി തന്നെ വേണം അതിനെ കാണാൻ അനുജ. അതാണ് 76.67% എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള കണക്ക്. ഒരുപക്ഷെ അതിന്റെ ഔദ്യോഗിക കണക്ക് വരുമ്പോൾ അതിൽ കുറച്ചുകൂടി ഉയരാനുള്ള സാധ്യതയുമുണ്ട്. നമ്മൾ പാലക്കാട്ടേക്ക് പോകുന്ന ഒരിക്കൽ കൂടി ആയിഷത്തുൽ ഷംനയുണ്ട് വിവരങ്ങളുമായി. ഷംന, ഏതായാലും അവസാന മണിക്കൂറുകളിൽ അവിടെ സംഭവിച്ചത് എന്ത് എന്നതാണ് ഈ ബുള്ളറ്റിന്റെ തുടക്കത്തിൽ നമ്മൾ കാണിച്ചത്. അതിനു മുൻപും നമ്മൾ അതിൽ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വോട്ട് ചെയ്യാൻ എത്തി എന്നുള്ളത്. ഈ പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ്. 75% മുകളിലേക്ക്, അത് ഒരുപക്ഷെ 76 ആകാനുള്ള സാധ്യതയുണ്ട്. താരതമ്യം എങ്ങനെയാണ് മുൻവർഷത്തേതുമായി അപേക്ഷിച്ച്? അനുജ, താരതമ്യപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ പോളിംഗ് കുറവാണ് എന്നതാണ് സാഹചര്യം. കഴിഞ്ഞ തവണ 78% മുകളിൽ ഉണ്ടായിരുന്ന പോളിംഗ് ആണ് ഇത്തവണ 75.31% എന്നതിലേക്ക് കുറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവസാന കണക്കുകൾ വരുമ്പോൾ അതൊരു പക്ഷേ 76% എന്നതിലേക്ക് ആയാൽ കൂടി കഴിഞ്ഞ തവണ 78% ഉണ്ടായിരുന്നതാണ് കുറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഏവരും ഉറ്റുനോക്കിയ ഒരു നഗരസഭ പാലക്കാട് നഗരസഭ തന്നെയായിരുന്നു. കാരണം 10 വർഷമായി BJP ഭരണമുള്ള ഒരു നഗരസഭയാണ്. ആ നഗരസഭയിൽ ഇത്തവണ പോളിംഗ് വളരെ കുറവാണ്. 63% മാത്രമാണ് പാലക്കാട് നഗരസഭയിൽ ഇത്തവണ പോളിംഗ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ 67% ഉണ്ടായിരുന്ന നഗരസഭയാണ് ഇത്തവണ കുറഞ്ഞത്. പക്ഷേ സാധാരണഗതിയിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ഒരു പോളിംഗ് നോക്കുമ്പോൾ അത് താരതമ്യേന മെച്ചപ്പെട്ട ഒരു പോളിംഗ് തന്നെയായിരുന്നു. വലിയ തിരക്കുണ്ടായിരുന്നു രാവിലെ മുതലൊക്കെ. ഇന്നും ഇത്തരത്തിൽ തന്നെ ഈ പോളിംഗ് ദിവസമൊക്കെ രാവിലെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയൊക്കെ 50% പിന്നിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടിംഗ് ഉണ്ടാകും, കൂടുതൽ ശതമാനം പോളിംഗ് രേഖപ്പെടുത്തുമെന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഉച്ച കഴിഞ്ഞുള്ള ഒരു പോളിംഗ് അത് മന്ദഗതിയിലായി. പിന്നീട് അതിൽ താഴേക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിരിക്കുന്നു എന്നതാണ് സാഹചര്യം. പൊതുവെ പോളിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കുറവ് ഉണ്ട് എന്നതാണ്. നമ്മൾ ഒരിക്കൽ കൂടി അവസാനം ലഭിച്ചിരിക്കുന്ന ശതമാനത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ആകെ 75.38% പേർ വോട്ട് രേഖപ്പെടുത്തി എന്നതാണ്. 1.15 കോടി പേരാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ആകെ വോട്ടർമാർ 1,53,37,176. തൃശൂർ ജില്ലയിൽ 71.88, ഏറ്റവും കുറവ് പോളിംഗ്. പാലക്കാട് 75.6, മലപ്പുറം 76.85, കോഴിക്കോട് 76.47, വയനാട് 77.34, ഏറ്റവും ഉയർന്ന പോളിംഗ്. കണ്ണൂർ 75.73, കാസർഗോഡ് 74.03 എന്നതാണ്. ഒരിക്കൽ കൂടി ആ കോർപ്പറേഷന്റെ കണക്ക് കൂടി ഒന്ന് നോക്കാം. തൃശ്ശൂരിൽ 61.89%, കോഴിക്കോട് 68.77%. അതായത് കോഴിക്കോട് കോർപ്പറേഷനാണ് ഏറ്റവും ഉയർന്ന പോളിംഗ്. കണ്ണൂരിൽ 68.72. അങ്ങനെ ആകെ 66.46 എന്നതാണ് കോർപ്പറേഷനിലെ പോളിംഗ് ശതമാനം. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് എത്തും ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷം. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടവും അവസാനിച്ചിരിക്കുന്നു. 2ാം ഘട്ടത്തിൽ 75.38% എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആകെ പോളിംഗ് ശതമാനം.
നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി പ്രമുഖ നേതാക്കൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, BJP നേതാവ് K സുരേന്ദ്രൻ തുടങ്ങിയവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. കണ്ണൂർ പിണറായിയിലെ ചേരിക്കൽ ജൂനിയർ ബേസിക് LP സ്കൂളിലായിരുന്നു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വോട്ട്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ തുടങ്ങിയവർ വോട്ട് ചെയ്തപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ഇക്കുറിയും വോട്ട് ചെയ്യാനായില്ല. MV ഗോവിന്ദന് വോട്ടുള്ള ആന്തൂർ നഗരസഭയിലെ വാർഡിൽ CPIM സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഇത്. പാലക്കാട് കരിമ്പുഴ പഞ്ചായത്തിലായിരുന്നു മുതിർന്ന CPI നേതാവ് പാലൊളി മുഹമ്മദ് കുട്ടിക്ക് വോട്ട്. സ്പീക്കർ AN ഷംസീർ തലശ്ശേരി പുന്നോൽ LP സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ജനാധിപത്യത്തിൽ എല്ലാവരും തുല്യരാണല്ലോ. സ്പീക്കറും എല്ലാവർക്കും തുല്യ ഒരു വോട്ടാണ്. സ്വാഭാവികമായിട്ട് എല്ലാവരും നേരത്തെ ക്യൂ നിൽക്കുന്നതാണ്. അതിന്റെ ഭാഗമായി തന്നെ സ്പീക്കറും ക്യൂ നിൽക്കുന്നു. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കണ്ണൂർ പായം പഞ്ചായത്തിലും മുൻ അധ്യക്ഷൻ K സുധാകരൻ കണ്ണൂർ കോർപ്പറേഷനിലും വോട്ട് ചെയ്തു. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MPക്ക് പാലക്കാടായിരുന്നു വോട്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ രാവിലെ 7 മണിയോടെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. KK രാമ MLA വടകര നെല്ലാച്ചേരി UP സ്കൂളിലാണ് വോട്ട് ചെയ്തത്. മുൻ ഗവർണറും BJP നേതാവുമായ PS ശ്രീധരൻ പിള്ള കോഴിക്കോട് തിരുത്തിയാടും, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ കോഴിക്കോട് മൊടക്കലൂരും വോട്ട് രേഖപ്പെടുത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിന് കോഴിക്കോട് കാരപ്പറമ്പ് ഹൈസ്കൂളിലായിരുന്നു വോട്ട്. 24 കോഴിക്കോട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് വോട്ട് രേഖപ്പെടുത്താൻ 4:45 മണ്ഡലത്തിലെത്തിയത്. അദ്ദേഹത്തിന് ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വാഹനത്തിൽ അദ്ദേഹം പോവുകയാണ്. അല്പസമയം MLA ഓഫീസിൽ ചെലവഴിച്ചതിന് ശേഷം അദ്ദേഹം പോവുകയാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നറിയില്ല. ഇനി വോട്ടർമാർക്കൊപ്പം ഉണ്ടാകും എന്നാണ് നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയത്. കൂടുതൽ കാര്യങ്ങളിലൊന്നും മറുപടി പറയാനില്ല, എല്ലാം കോടതിയുടെ പരിഗണനയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വാഹനത്തിൽ പുറപ്പെട്ടിരിക്കുന്നു MLA ഓഫീസിൽ നിന്ന്. ആയിഷത്തുൽ ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഷംന, അദ്ദേഹത്തിന്റെ യാത്ര എങ്ങോട്ടേക്കാണ് എന്ന് എന്തെങ്കിലും ഊഹമുണ്ടോ? വോട്ടർമാർക്കിടയിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. അനുജ, അത് തന്നെയാണ്, വോട്ടർമാർക്കിടയിൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയതാണ് രാഹുൽ. പക്ഷേ ഇപ്പോൾ MLA ഓഫീസിൽ നിന്നും ഇറങ്ങി എങ്ങോട്ടാണ് എന്നതിന് ഒരു സൂചനയും നൽകുന്നില്ല. തൃശൂർ ദേശീയപാതയിലൂടെയാണ് ഇപ്പോൾ MLA വാഹനം കടന്നു പോകുന്നത്. നമ്മൾ അതിന് തൊട്ടു പുറകെ തന്നെ ഉണ്ട്. എന്തായാലും MLA ഓഫീസിൽ നിന്ന് ഇറങ്ങി പിന്നീട് രാഹുലിന്റെ ഫ്ളാറ്റിലോട്ടാകുമെന്നായിരുന്നു ആദ്യത്തെ ഒരു സൂചന. പക്ഷെ ഫ്ളാറ്റിലോട്ടല്ല, മറിച്ച് ഈ തൃശൂർ പാതയിലൂടെ പോവുകയാണ്. അനുജ, മറ്റൊരു കാര്യമുള്ളത്, ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. അതായത് രാഹുൽ തിരിച്ച് 38 ദിവസത്തിന് ശേഷം പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തിയ സമയത്തും ഇതുപോലെയായിരുന്നു. രാഹുൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഒരു സൂചനയും തരാതെ കുറെ ദേശീയപാതയിലൂടെയും മറ്റും കുറെ അധികം നേരം രാഹുൽ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യ ദിവസമൊക്കെ. അന്ന് മണ്ഡലത്തിൽ തിരിച്ചെത്തിയപ്പോൾ അതേ ഒരു അവസ്ഥ അല്ലെങ്കിൽ അതേ ഒരു സാഹചര്യം തന്നെയാണ് ഇന്നും. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു തരത്തിലുള്ള സൂചനയും തരാതെ രാഹുലിന്റെ വാഹനം MLA ഔദ്യോഗിക വാഹനം തൃശൂർ ദേശീയപാതയിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ അതിന് തൊട്ടു പുറകെ തന്നെ ഉണ്ട്. എന്തായാലും നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം രാഹുൽ ഒരേ ഒരു മറുപടിയാണ് തന്നത്. അതായത് രാഹുൽ ഇനി MLA എന്ന നിലയിൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്. മറ്റ് മറുപടികൾ, അതായത് പാർട്ടി അടക്കം സ്വീകരിച്ച ഒരു നടപടി, പാർട്ടിയിൽ നിന്നും ഒക്കെ പാർട്ടിയിലൊക്കെ രാഹുലിന് വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നേതാക്കൾ കൂടെ ഉണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ രാഹുൽ പല ഘട്ടങ്ങളിലായി നടത്തിയിരുന്നു. പക്ഷേ പാർട്ടി പുറത്താക്കിയ ഒരു ഘട്ടത്തിൽ ആ ഒരു തീരുമാനം രാഹുൽ പ്രതീക്ഷിച്ചിരുന്നു. അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണെന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു. അതിന് രാഹുൽ മറുപടി നൽകിയില്ല. ഒരു ചിരി മാത്രമായിരുന്നു മറുപടി ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം, ഈ ആദ്യഘട്ടത്തിലൊക്കെ രാഹുൽ പ്രതിരോധം തീർത്തിരുന്നത് ചില മറുചോദ്യങ്ങൾ കൊണ്ടായിരുന്നു. പരാതി എവിടെ, നിയമപരമായി നേരിടട്ടെ എന്നൊക്കെയായിരുന്നു രാഹുലിന്റെ ചോദ്യങ്ങൾ. അതായത് ഈ അതിജീവിത ഇത്തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തു വരുന്നു. പല തവണയായി ഓഡിയോ ക്ലിപ്പുകളും ചില ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും ഒക്കെ പുറത്തു വരുന്ന ഘട്ടത്തിൽ അത് രാഹുലിൻ്റെത് തന്നെയാണോ എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു. അന്നൊക്കെ പറഞ്ഞിരുന്നത് പരാതി വരട്ടെ, നിയമപരമായി നേരിടാം എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. പക്ഷെ ആ പരാതി എത്തി നിമിഷ നേരം കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇവിടെ നിന്നും പാലക്കാട് നിന്നും അപ്രത്യക്ഷനായത്. അതുവരെ കണ്ണാടിയിൽ ഈ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വളരെ സജീവമായി തന്നെ വോട്ട് ചോദിച്ചിരുന്ന, തനിക്ക് കാല് കുത്തി നടക്കാൻ കഴിയുന്ന അത്രയും കാലം UDF പ്രവർത്തകർക്ക് വേണ്ടി തന്നെ MLA ആക്കിയ സാധാരണക്കാരായ MLA ഓഫീസിൽ അല്പസമയം ചെലവഴിച്ചതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് യാത്ര എന്നതറിയില്ല. വോട്ടർമാർക്കിടയിൽ തന്നെ ഉണ്ടാകും, ഇവിടെ തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ അഭിപ്രായ പ്രകടനത്തിനില്ല. താൻ പറഞ്ഞത്, തനിക്ക് അനുകൂലമായി പറഞ്ഞത്, എതിരായി പറഞ്ഞത് എല്ലാം കോടതിയിലുണ്ട്, സത്യം തെളിയും എന്നതാണ് നേരത്തെ മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം MLA ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് സാംസ്കാരിക സിനിമാ പ്രവർത്തകർ. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വിദേശത്തു നിന്നാണ് വോട്ട് ചെയ്യാൻ തൃശൂർ നാട്ടികയിൽ എത്തിയത്. വോട്ട് ചെയ്യുന്നതിന് മാത്രമായാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ ബാങ്കോക്കിൽ നിന്ന് നാട്ടിലെത്തിയത്. സ്വകാര്യ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തിയ MA യൂസഫ് അലി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ നാട്ടികയിലെത്തി വോട്ട് ചെയ്തു. കണ്ണൂർ കോർപ്പറേഷനിലെ 8ാം വാർഡിലായിരുന്നു എഴുത്തുകാരൻ T. പത്മനാഭന് വോട്ട്. സംവിധായകൻ സത്യനന്ദിക്കാട് തൃശൂരിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇരിങ്ങാലക്കുടയിലായിരുന്നു നടൻ ടൊവിനോ തോമസിന് വോട്ട്. നടൻ ജോയ് മാത്യു കോഴിക്കോട് മലാപ്പറമ്പിലും ഇടവേള ബാബു ഇരിങ്ങാലക്കുടയിലും വോട്ട് രേഖപ്പെടുത്തി. ശബരിമല അയ്യപ്പൻ എന്നുള്ളത് അത് സ്വാഭാവികമായിട്ടും ഇലക്ഷനിൽ പ്രതിഫലിക്കും. ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. കാരണം അതും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമ്മള് ജനം അത്ര മോശക്കാരൊന്നുമല്ല. അബു സലീമിന് വയനാട്ടിലായിരുന്നു വോട്ട്. വികസനത്തിനാണ് വോട്ടെന്ന് പഞ്ചായത്തിലെ മുൻ ജനപ്രതിനിധി കൂടിയായ PP കുഞ്ഞികൃഷ്ണൻ. കാസർഗോഡ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു നടന്റെ പ്രതികരണം. വികസനം ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണിത്. എന്തായാലും വികസനത്തിനൊരു വോട്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്രാവശ്യത്തെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. കാസർഗോഡ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നടൻ ഉണ്ണിരാജ ശബരിമല വിഷയത്തിലും പ്രതികരിച്ചു. അയ്യപ്പൻ്റെ അടുത്ത് ഒരു കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരനുഭവിക്കും. അത് വർഷത്തെ ഞാനൊരു ദൈവവിശ്വാസിയാണ്. ന്യൂസ് ഡെസ്ക് 24. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയത്. വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തുകയും ചെയ്തു. പീഡന പരാതികൾ വോട്ടെടുപ്പ് ദിവസവും CPIM ആയുധമാക്കുമ്പോഴാണ് രാഹുലിന്റെ വോട്ട് ചെയ്യൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിവ് ജീവിതത്തിന്റെ നാൾ വഴികൾ പരിശോധിക്കാം. ലൈംഗിക പീഡനക്കേസിൽ നഷ്ടമായ പ്രതിച്ഛായ തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായാണ് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായത്. എന്നാൽ രാഹുൽ പ്രചാരണത്തിനിറങ്ങിയതിൽ കോൺഗ്രസ് നേതാക്കൾ പലരും അതൃപ്തി രേഖപ്പെടുത്തി. നവംബർ 23-ന് പ്രചാരണത്തിനിടെ രാഹുലിനെ കണ്ട 24 പ്രതിനിധി നേതാക്കളുടെ അതൃപ്തിയെക്കുറിച്ച് ചോദിച്ചു. ഇതായിരുന്നു രാഹുലിന്റെ പ്രതികരണം. അതൃപ്തി നിങ്ങൾക്കല്ലേ? നിങ്ങളുടെ അതൃപ്തി ഞങ്ങൾ നോക്കുന്നില്ല. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അതൃപ്തിയില്ല. പിന്നെ വോട്ട് ചോദിച്ച് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് അതൃപ്തിയില്ല. മാധ്യമങ്ങളുടെ അതൃപ്തി ഒരു കാലഘട്ടത്തിൽ ഞാൻ ഗൗനിച്ചിട്ടുള്ള ഒരാളല്ല. നവംബർ 26-നും രാഹുൽ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി. സസ്പെൻഷൻ കാലത്ത് പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ മാത്രമാണ് പങ്കെടുത്തത്. 2 കാലിൽ നിൽക്കാൻ സാധിക്കുന്ന അത്രയും കാലം താൻ വീടുകൾ കയറിയിറങ്ങി പ്രചാരണം നടത്തുമെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. എനിക്ക് 2 കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേയിരിക്കും. നവംബർ 27-ന് രാഹുൽ പാലക്കാട്ടെ കണ്ണാടി പഞ്ചായത്തിൽ പ്രചാരണം തുടരുന്നതിനിടെയാണ് ആദ്യ കേസിലെ അതിജീവിത പരാതി നൽകാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത്. വാർത്തയറിഞ്ഞ രാഹുൽ സുഹൃത്തായ നടിയുടെ കാറിൽ മുങ്ങി. നവംബർ 29-ന് രാഹുൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ താമസിച്ചിരുന്ന പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു. നവംബർ 30-ന് പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ താമസിച്ചിരുന്ന പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി CCTV ഉൾപ്പെടെ പരിശോധിച്ചു. ഡിസംബർ 2-ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു പെൺകുട്ടി കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകി. പരാതി ഗുരുതരമാണെന്ന് കണ്ട് കോൺഗ്രസ് നേതൃത്വം DGPക്ക് അത് കൈമാറി. ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തു. രാഹുലിനായി തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന തുടർന്നു. രാഹുൽ കർണാടകയിലെ റിസോർട്ടിൽ കഴിയുകയാണെന്ന് വിവരം കിട്ടിയതിനെ തുടർന്ന് പോലീസ് അവിടേക്ക്. ഒരു അഭിഭാഷകയും ചില റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുമാണ് രാഹുലിനെ സഹായിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ. എന്നാൽ രാഹുൽ അവിടെ നിന്നും രക്ഷപ്പെട്ടതായി വിവരം. ഡിസംബർ
ഡിസംബർ 4-ന് തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. അന്നേ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. AICCയുടെ അനുമതിയോടുകൂടി. നേരത്തെ അതിന് അനുമതി തേടിയിരുന്നു, അനുമതി ലഭിച്ചു. അനുമതിയോടുകൂടി ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. രാജിവെക്കുന്നതാണ് നല്ലത്. കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാവരുമായിട്ട് ആലോചിച്ചു. എല്ലാ നേതാക്കന്മാരുടെയും ഐക്യകണ്ഠേനയുള്ള യോജിച്ച തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഡിസംബർ 6-ന് ആദ്യ പീഡനക്കേസിൽ രാഹുലിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് ഹൈക്കോടതി തടയുന്നു. തുടർന്ന് രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച 2 പേർ അറസ്റ്റിലായെങ്കിലും രാഹുൽ എവിടെയെന്നതിന് ഉത്തരമില്ല. രണ്ടാമത്തെ പീഡനക്കേസിൽ അതിജീവിത മൊഴി നൽകിയതോടെ രാഹുലിനു മേലുള്ള കുരുക്ക് മുറുകി. എന്നാൽ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. ജാമ്യത്തിനെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലും ഹർജി നൽകി. തൊട്ടുപിന്നാലെ പാലക്കാട് കുന്നത്തൂർമേട് സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെത്തി രാഹുൽ വോട്ട് ചെയ്തു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കും, സത്യം ചെയ്യും. റിസർച്ച് ഡെസ്ക് 24. ഇതിനിടെയാണ് രണ്ടാമത്തെ ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നു. ഒപ്പം തന്നെ രാഹുലിനെതിരെ ബലാത്സംഗത്തിന് തെളിവുണ്ട്. പരാതിക്കാരിയുടെ മൊഴി പൂർണ്ണമായി സെഷൻസ് കോടതി പരിഗണിച്ചില്ല. വൈകിപ്പോയി എന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല സെഷൻസ് കോടതിയുടെ ആ പരാമർശം എന്ന് പറയുകയാണ്. ഒപ്പം എത്തരത്തിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുകയായിരുന്നു ഈ പെൺകുട്ടി എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഒരിക്കൽ കൂടി സർക്കാർ നൽകിയിട്ടുണ്ട് ആ ഹർജിയിൽ എന്നതാണ്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളോ? വിഷ്ണു, നമുക്ക് ആ പകർപ്പ് ലഭിച്ചിരിക്കുകയാണ്. അതിൽ പല കാര്യങ്ങളും സെഷൻസ് കോടതി കൃത്യമായി വാദമുഖങ്ങളിലേക്ക് പോയില്ല, അല്ലെങ്കിൽ കേട്ടിട്ടില്ല, പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഒപ്പം പെൺകുട്ടി എങ്ങനെയാണ് ക്രൂരമായി ലൈംഗികമായി ആക്രമിക്കപ്പെട്ടത് എന്ന് പറയുന്നു. പാനിക് അറ്റാക്ക് ഉൾപ്പെടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് അതിലേറ്റവും ശ്രദ്ധേയം ഇന്നിപ്പോൾ പാലക്കാട്ടെത്തി വോട്ട് ചെയ്തു. അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടു. പത്തനംതിട്ടയിലേക്ക്, അടൂരിലേക്കാണോ പോയത് എന്നൊക്കെയുള്ള സംശയം ഉയർന്ന ഘട്ടത്തിൽ നാളെ ഹൈക്കോടതി അത് പരിഗണിക്കാനിരിക്കുകയാണ്. എത്രത്തോളം പ്രധാനപ്പെട്ട ന്യായവാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്? പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു നടപടിയാണ് രാഹുലിന് ജാമ്യം റദ്ദു ചെയ്ത് ലഭിക്കുക എന്നുള്ളത്. കേസിൽ രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യം എന്നാണ് പ്രോസിക്യൂഷന്റെ ഒരു വിലയിരുത്തൽ. ആ പശ്ചാത്തലത്തിലാണ് രാഹുലിന് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച നടപടി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ആ അപ്പീൽ ഹർജിയുടെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ വളരെ ഗുരുതരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സെഷൻസ് കോടതിക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട ചൂണ്ടിക്കാണിക്കൽ. അതിലൊന്ന്, ഈ പരാതി നൽകാൻ വൈകി എന്ന പ്രോസിക്യൂഷൻ ഈ സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ ഉണ്ടായിരുന്നു. അതിനെ സർക്കാർ പൂർണ്ണമായും തള്ളുകയാണ്. കൃത്യമായ ഇത്തരം കേസുകളിൽ പരാതി നൽകാൻ വൈകുന്നത് ഒരു പ്രശ്നമാക്കരുതെന്ന് സുപ്രീം കോടതി മാൻഡേറ്റ് ഉണ്ട് എന്ന് പറയുന്നു. മറ്റൊന്ന്, ഈ പെൺകുട്ടി ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. പാനിക് അറ്റാക്ക്, ഇയാൾ ലൈംഗികമായി ഉപദ്രവിക്കുന്ന പാനിക് അറ്റാക്ക് അടക്കം ഉണ്ടായി. പെൺകുട്ടിയുടെ ശരീരത്തിലടക്കം മുറിവുകൾ ഉണ്ടായി. അതൊന്നും കോടതി പരിഗണിച്ചിട്ടില്ല. ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്ന ഇയാൾക്കെതിരെ മുൻപും കേസുകൾ ഉണ്ട് എന്ന് വളരെ കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ മറ്റു പ്രധാനപ്പെട്ട കാര്യം, പരാതിക്കാരിയുടെ മൊഴി പൂർണ്ണമായും സെഷൻസ് കോടതി കേട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഇന്നലെ തന്നെ ഈ പരാതിക്കാരുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ പൂർണ്ണമായും പ്രോസിക്യൂഷൻ തള്ളുകയാണ്. പരാതിക്കാരി പറഞ്ഞ മൊഴി പൂർണ്ണമായും കേൾക്കാൻ ചെവിക്കൊണ്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. രാഹുലിനെതിരെ ബലാത്സംഗത്തിന് കൃത്യമായ തെളിവുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ആ പശ്ചാത്തലത്തിൽ ഇയാളുടെ അറസ്റ്റ് അനിവാര്യമാണ്. ജാമ്യം നൽകിയ സെഷൻസ് കോടതിയുടെ നടപടി റദ്ദു ചെയ്യപ്പെടണം. അത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ റദ്ദു ചെയ്തില്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ള ഈ അപ്പീൽ ഹർജിയിൽ സൂചിപ്പിക്കുന്നത്. അതിന് പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. രാഹുലിനെ പൂട്ടാൻ അല്ലെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ്. ആദ്യ കേസിൽ 15 വരെ മുൻകൂർ ജാമ്യാപേക്ഷ നോട്ട് അറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് രണ്ടാം കേസിൽ മുൻകൂർ ജാമ്യം തന്നെ സെഷൻസ് കോടതിയിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ അത് തടയണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ തന്നെ ഈ സർക്കാരിന്റെ ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്.
അതാണ് രണ്ടാമത്തെ കേസിലാണ് മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. തെളിവുകളുണ്ട് ബലാത്സംഗത്തിന്, ഒപ്പം തന്നെ വൈകി പോയി പരാതി നൽകാൻ എന്നതിന് കടുത്ത വിയോജിപ്പറിയിക്കുകയാണ്. അങ്ങനെ ഒരു പരാമർശം സെഷൻസ് കോടതി നടത്തിയതിൽ സ്ഥിരം കുറ്റവാളിയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹർജിയാണ് പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുള്ളത്. നാളെ തന്നെ ഹൈക്കോടതി അത് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ വളരെ നിർണായകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും സർക്കാരിനും ഈ ഹർജിയിൽ ഹൈക്കോടതി എന്ത് പറയുന്നു എന്നുള്ളത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് നിന്ന് പുറപ്പെടുന്നത് ദേശീയപാത വഴിയാണ് അദ്ദേഹത്തിന്റെ യാത്ര. അടൂരിലേക്കാണ് എന്ന ഒരു സംശയവും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക്, റിപ്പോർട്ടുകളിലേക്ക് എത്തും. ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷം സംസ്ഥാനത്ത് 2 ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് അത് അവസാനിച്ചിരിക്കുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. പഞ്ചായത്തിൻ്റെയും കൗണ്ടിംഗ് ബ്ലോക്ക് കേന്ദ്രങ്ങളിലായിരിക്കും നടക്കുന്നത്. അതുകൂടാതെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റികളുടെയും കൗണ്ടിംഗ് സെൻറ്റേഴ്സ് ഉണ്ടാകും. അങ്ങനെയാണ് ടോട്ടൽ 244 സെൻറ്റേഴ്സ്. ജില്ലാ പഞ്ചായത്തിൻ്റെ പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യുന്നത് ജില്ലാ കളക്ടറുടെ ചേംബറിലായിരിക്കും. വളരെ ചെറിയ പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്തത് ഞാൻ മുമ്പ് പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. 2020 പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടേഴ്സ് ലിസ്റ്റിൽ 2023 2024 സമഗ്രമായ ഒരു പുതുക്കൽ നടത്തിയിട്ടുണ്ട്. ആ 2 തവണയും വളരെ വിപുലമായ പ്രചാരണം നടത്തി എല്ലാവരെയും അറിയിച്ചുകൊണ്ടാണ് ആ പുതുക്കൽ പ്രക്രിയ നടത്തിയത്. അതിനുശേഷം പുതുക്കിയ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടാമത് പുതുക്കിയ വോട്ടേഴ്സ് ലിസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് അതാണ് ആദ്യം ഓഗസ്റ്റ് മാസത്തിൽ, ഈ വർഷം ഓഗസ്റ്റിൽ പബ്ലിഷ് ചെയ്തത്. അതിനും എല്ലാവർക്കും അവസരം നൽകിക്കൊണ്ടാണ് 20 ദിവസം, ആദ്യത്തെ തവണ 20 ദിവസം അതിനാവശ്യമായിട്ടുള്ള, അതായത് 15 ദിവസമാണ് സ്റ്റാറ്റ്യൂട്ടറി ഒരു പ്രൊവിഷനുള്ളത്. അതുകൂടാതെ ഒരു 5 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ആദ്യത്തെ പുതുക്കൽ പ്രക്രിയ നടത്തിയത്. അന്ന് പുതുതായിട്ട് പേര് ചേർക്കുന്നതിനും വോട്ടേഴ്സ് ലിസ്റ്റിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനും ആരെങ്കിലും പേര് മാറ്റാനുണ്ട് എങ്കിൽ അത് മാറ്റുന്നതിനുള്ളൊരവസരം ഉണ്ടായിരുന്നു. അത് ഫൈനലായിട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് രണ്ടാമത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിട്ട് ഒക്ടോബർ 25-നാണ് ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അന്നും ഇതേ അവസരം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞതിന് ശേഷം ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് 2 ദിവസം അതിനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട്. ആ അവസരത്തിന് ഈ 3 അവസരങ്ങളും വിനിയോഗിച്ചുകൊണ്ട് പരമാവധി ആളുകൾക്ക് ഈ വളരെ കൃത്യമായിട്ട് തന്നെ വോട്ട് ചേർക്കുകയോ വോട്ട് ഒഴിവാക്കുകയോ ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ വളരെ വിപുലമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് റിവിഷൻ പ്രോസസ്സാണ് നടത്തിയത്. അതിനകത്ത് കമ്മീഷന് യാതൊരു തരത്തിലുള്ള ആവലാതിയും കമ്മീഷൻ്റെ ഭാഗത്തില്ല. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 8-8:30 കൂടി തന്നെ, കാരണം ഒരു പഞ്ചായത്ത് വാർഡിൽ ചിലപ്പോൾ ഒരു ബൂത്ത് മാത്രമേ ഉണ്ടാകുള്ളൂ. ഒരു മെഷീൻ കൗണ്ട് ചെയ്യുന്നതിന് 20 മിനിറ്റ് ആണ് ഒരു ആവറേജ് എടുക്കുന്നത്. അപ്പോൾ ഒരു 8-8:30 കൂടി തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെ റിസൾട്ട് അറിഞ്ഞു തുടങ്ങും. തിരികെ വാർത്താസന്ധ്യയിലേക്ക് ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് കുറയുന്നു. ഇന്ന് വൈകിട്ട് 6 മണി വരെ 67,652 പേരാണ് ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയവരുടെ എണ്ണം 9,000 കടന്നു. മണ്ഡലപൂജയ്ക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് വൈകിട്ട് 5 മണി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. വാർത്താസന്ധ്യ ഇതോടെ അവസാനിക്കുകയാണ്. ഇനി എൻകൗണ്ടറുമായി ഹാഷ്മി താജ് ഇബ്രാഹിം. നമസ്കാരം.